ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുനാഫ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം നമ്മുടെ സാധാരണ വെർമിസലി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫ്ലോപ്പായി പോയതാണ്. ഇതിപ്പോൾ വളരെ നൈസായിട്ടുള്ള വെർമിസലി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, ഒരു 3 ടീസ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നതാണ്. പിന്നെ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ബട്ടർ നമുക്ക് ഏകദേശം ഒരു 50 ഗ്രാം ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുണ്ട്. ഇവിടെ പിള്ളേർക്ക് ക്രീം ചീസിൻ്റെ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. മിൽക്ക് മെയ്ഡും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ വെർമിസെല്ലി നമുക്കൊന്ന് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മതി. അന്നേരം തന്നെ അത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഒത്തിരി അങ്ങോട്ട് പൊടിയാനല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ബട്ടറും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മെൽറ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് പുറത്തേക്ക് വെച്ചിട്ട് അങ്ങനെ മെൽറ്റാക്കി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരളവിന് മതിയാകും. നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നോക്കിയാൽ അത്രയും എല്ലായിടത്തും ഒന്നും ഈ ബട്ടർ എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ സ്പൂൺ വെച്ച് കൈകൊണ്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. കണ്ടോ, എല്ലായിടവും ബട്ടർ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പാൽപ്പൊടി എടുത്ത് വെച്ചിരുന്നത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഓവർ മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കി എടുക്കണം ഇതിനെ. അപ്പോൾ കൈ എടുക്കാണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിച്ചു പോകും. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുറുകി കിട്ടും. നമ്മുടെ ഇവിടെ അടുത്തൊന്നും ഈ കുനാഫയുടെ ഈ ഡോ കിട്ടാനുണ്ടായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് ഈ വെർമിസലി യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു ട്രേ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ വെർമിസലി നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്രീം ചീസ് വേണമെങ്കിൽ ക്രീം ചീസ് നമുക്ക് ഈ പാലിൻ്റെ മിക്സിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് വീണ്ടും നമ്മുടെ വെർമിസലിയുടെ ലെയർ ഇട്ട് കൊടുക്കാം. വെർമിസലി ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അളവ് ആദ്യം എടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ എടുത്തിട്ട് വീണ്ടും ബട്ടറും അതും കൂടെ മിക്സാക്കി ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ ഇതിനെ ട്രേ വെച്ച് കൊടുക്കുവാണ്. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ തന്നെ 25-30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഷുഗറും ഒരു 1/2 കപ്പ് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതാണ്. അത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് കുനാഫയുടെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഡിഷ് നമ്മൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇനി നമുക്കിത് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇതായിട്ട് എടുക്കാനേ പറ്റുള്ളൂ.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വെർമിസലി കരിഞ്ഞു പോകാണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്